അടുത്ത ഇന്നർ വർക്കാണ് റിസീവ് ആൻഡ് സ്പ്രെഡ് പോസിറ്റിവിറ്റി. പുറമേ നിന്ന് പോസിറ്റിവിറ്റി സ്വീകരിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റിയെ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുക. ഇതുവരെയും ഞാൻ പറഞ്ഞു തന്ന ഇന്നർ വർക്ക്സിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു? നമ്മുടെ പോസിറ്റീവ് എനർജി വൈബ്രേഷൻ ഹൈ ആകുന്നു എന്നതാണല്ലേ. അങ്ങനെ ഹൈ പോസിറ്റീവായി മാറുന്ന നമ്മൾ അത് ഉള്ളിൽ തന്നെ വെച്ചേക്കരുത്. പിന്നെയോ മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ളവരും പോസിറ്റീവായി മാറുകയാണ്. എഴുത്തുകാരനായ ടി പത്മനാഭൻ സാറിൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന കഥ വായിച്ചിട്ടുണ്ടോ? ഈ കഥയിലെ ആ പെൺകുട്ടിയെ പോലെയാകണം DFും പോസിറ്റിവിറ്റി പരത്തേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് പോസിറ്റിവിറ്റി നമ്മൾ സ്പ്രെഡ് ചെയ്യുകയും റിസീവ് ചെയ്യുകയും വേണ്ടത് നോക്കാം. നമ്മൾ എനർജീസിനെ, അത് പോസിറ്റീവ് എനർജി ആകാം, നെഗറ്റീവ് എനർജി ആകാം, നമ്മൾ എനർജീസിനെയൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നമ്മുടെ സെൻസ് ഓർഗൻസ് വഴിയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി, ഇതൊക്കെയാണല്ലേ പഞ്ചേന്ദ്രിയങ്ങൾ. കണ്ണിലൂടെ നമുക്കിഷ്ടമുള്ള കാഴ്ചകൾ കാണാൻ ശ്രമിക്കുക. പോസിറ്റീവായ കാഴ്ചകൾ നമുക്ക് ചുറ്റിലുമുള്ളവരെ കാണിക്കാനും ശ്രമിക്കുക. മൂക്കിലൂടെ നമുക്കിഷ്ടമുള്ള ഗന്ധം ശ്വസിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചുറ്റിനും സുഗന്ധപൂരിതമാക്കാനും ശ്രമിക്കുക. നാവിലൂടെയോ നമുക്കിഷ്ടമുള്ള ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. കൂടെയുള്ളവർക്ക് ഇഷ്ടമുള്ള ആഹാരം കൊടുക്കാനും ശ്രമിക്കുക. ത്വക്കിലൂടെ നമുക്കിഷ്ടമുള്ളതും കംഫർട്ടായിട്ടുള്ളതുമായ സ്പർശനങ്ങൾ മാത്രം സ്വീകരിക്കാൻ ശ്രമിക്കുക. ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ. സാഹചര്യങ്ങൾക്കനുസരിച്ച്, ബന്ധങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ പോസിറ്റീവ് സ്പർശനങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കാനായി ശ്രമിക്കുക. ചെവിയിലൂടെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും പാട്ടുകളും ഒക്കെ കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് അവരെ പ്രകോപിപ്പിക്കാതെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശീലിക്കുക. അവരോട് ആരെയും കുറ്റപ്പെടുത്തണ്ട. കുറ്റപ്പെടുത്തലുകളെ ആരും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ, അവർ അകന്നു പോവേ ഉള്ളൂ. ഇത്രയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് പോസിറ്റിവിറ്റി റിസീവും ചെയ്യാം, നമ്മുടെ ഉള്ളിലെ പോസിറ്റിവിറ്റി മറ്റുള്ളവരിലേക്ക് സ്പ്രെഡും ചെയ്യാം. ഓക്കെ, അതുപോലെ വീട്ടിനുള്ളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ലോഫിംഗ് ബുദ്ധ, ലക്കി ബാമ്പു ഇങ്ങനെയൊക്കെയുള്ള ഫെങ്ഷി പ്രോഡക്ട്സ് വാങ്ങി വെച്ചാൽ മാത്രം പോരാ. പിന്നെയോ ആ വീട്ടിനുള്ളിൽ ജീവിക്കുന്നവരുടെ മനസ്സും പ്രവൃത്തിയും പോസിറ്റീവായിരിക്കണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു മറ്റുള്ളവരിൽ നിന്നും പോസിറ്റിവിറ്റി മാത്രമേ സ്വീകരിക്കാവൂ എന്ന്. അപ്പോൾ നെഗറ്റിവിറ്റി നിറഞ്ഞ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നമുക്ക്? അതിന് ഉത്തരമുണ്ട്. നമ്മുടെ മുന്നിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല വരുന്നത്, നെഗറ്റീവ് സിറ്റുവേഷൻസും വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്ത് സ്വയം മാറിപ്പോവുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.